അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖദർ എന്ന അധ്യായമാണ് പഠിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖദറിൻ്റെ ആമുഖവും ഒന്നാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗവും നാം മനസ്സിലാക്കി. ഇനി ഒന്നാം ആയത്തിൻ്റെ തുടർച്ച എന്താണ് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഇന്ന അൻസൽനാഹു, നിശ്ചയം നാമാണ് ഇതിനെ അവതരിപ്പിച്ചത്. ഖുർആനിനെ അള്ളാഹു അവതരിപ്പിച്ചു എന്ന് ആധികാരികമായിട്ട് പറയാണ് ഇവിടെ. ഇന്ന അൻസൽനാഹു എപ്പോഴാണ് അവതരിപ്പിച്ചത്? ഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചത്. ഇവിടെ വളരെ സൂക്ഷ്മമായിട്ട് നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഖുർആൻ അവതരിപ്പിച്ചതിനെ കുറിച്ച് അൻസല എന്ന വാക്കാണ് ഉപയോഗിച്ചത്, അല്ലേ? അൻസല എന്ന് പറയുമ്പോൾ അവതരിപ്പിച്ചു എന്നാണ് അർത്ഥം. എന്നാൽ ഇതേ ആശയത്തിൽ ഇതേ ശൈലിയിലുള്ള വേറൊരു വാക്കും ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്, നസ്സല എന്നാണ്. എവിടെ അങ്ങനെ ഉള്ളത്? സൂറത്തുൽ ഫുർഖാനിലെ ഒന്നാമത്തെ ആയത്തിലെ തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി എന്ന് തുടങ്ങുന്നു ഒന്നാമത്തെ ആയത്ത്. നസ്സലൽ ഫുർഖാൻ, ഖുർആൻ അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് അവിടെ അർത്ഥം. സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്തിൽ എങ്ങനെയാണ്? അൽഹംദുലില്ലാ അല്ലദീ അൻസല അലാ അബ്ദിഹി. കണ്ടോ, അവിടെ അൻസലയാണ്, അൽ ഫുർഖാനിൽ നസ്സലയാണ്. എന്താ വ്യത്യാസം? ഇവിടെ വീണ്ടും അൻസലയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കും എന്തായിരിക്കും വ്യത്യാസം. അൻസല എന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ ഒന്നിച്ചുള്ള ഇറക്കമാണ്, ഒന്നിച്ചുള്ള ഇറക്കം. നസ്സല എന്ന് പറയുമ്പോൾ അല്പാൽപമായി സാന്ദർഭികമായി ഉള്ള ഇറക്കമാണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കാം. അതെങ്ങനെയാണ് ഒരേ ഗ്രന്ഥം 2 തവണ ഇറങ്ങുക എന്നൊരു സംശയം ഉണ്ടാവും, അല്ലേ? ഒന്നാമത്തേത്, അൻസല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഭണ്ഡാരമുണ്ടല്ലോ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സകല അറിവുകളുടെയും ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്ന ഇടം ഏതാണ്? ലൗഹുൽ മഹ്ഫൂൽ എന്നാണ് പറയാം. നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ബുറൂജിൽ വരുന്നുണ്ട്, ഫി ലൗഹി മഹ്ഫൂൽ, അവസാനത്തെ ആയത്തിൽ, അല്ലേ? അപ്പോൾ സുരക്ഷിത ഫലകം എന്നൊക്കെയാണ് അതിന് അർത്ഥം പറയാം. അല്ലാഹു തആല പ്രത്യേകമായിട്ട് ആർക്കും ഇടപെടാൻ കഴിയാതെ സൂക്ഷിച്ചു വെച്ച അവൻ്റെ അറിവിൻ്റെ ഒരു ബ്ലാക്ക് ബോക്സ് ആണത് എന്ന് പറയാം. അപ്പോൾ അവിടെ നിന്നാണ് ഖുർആൻ അവതരിക്കുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളും അവിടെ നിന്നാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് എങ്ങോട്ടാണ് ഇറങ്ങിയത്? ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശം ഉണ്ടല്ലോ, ആകാശത്തിന് കുറേ ലെയറുകളുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നില്ലേ? അതിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശം, നമ്മൾ നോക്കിയാൽ കാണുന്ന ആകാശത്തിൽ ഒരു പ്രത്യേകമായ ഒരു ഇടമുണ്ട്. അതിന് ബൈത്തുൽ ഇസ്സ എന്ന് പറയും. ഇസ്സത്തിൻ്റെ വീടാണത്, പ്രതാപത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സകല പ്രതാപങ്ങളുടെയും ഇടം എന്ന് പറയാം. അവിടത്തേക്ക് ഖുർആൻ ഒന്നിച്ചിറങ്ങിയെന്നാണ്. അപ്പോൾ ഖുർആനിൻ്റെ ഹാർഡ് കോപ്പി എന്ന് പറയാം, അല്ലേ? പുതിയ ഭാഷയിൽ ഹാർഡ് കോപ്പി ഒന്നിച്ച് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന പ്രത്യേകമായ ഇടത്തേക്കാണ് അത് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കാം. പിന്നെ അതിപ്പോൾ എവിടെ ഉള്ളത് എന്ന ചോദ്യത്തിനൊന്നും വലിയ പ്രസക്തിയില്ല, അല്ലേ? പുതിയ കാലത്ത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ ഡാറ്റകൾ ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എയർ വഴിയാണ് എന്ന് നമ്മൾ പറയും. ഉപഗ്രഹ സംവിധാനങ്ങളും മറ്റൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. എന്നുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡാറ്റ ബാങ്കായിട്ട് അവൻ സ്വീകരിച്ച ഒരിടത്ത് അതിനെ ഇറക്കി വെച്ചു എന്ന് മനസ്സിലാക്കാം. അതാണ് അൻസല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഖുർആൻ്റെ ഒന്നിച്ചുള്ള ഇറക്കാണ്. രണ്ടാമത്തേതോ നസ്സല എന്ന് പറയുന്നത്, അവിടെ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു തആല എത്ര കാലം കൊണ്ടാണ് ഖുർആൻ ഇറക്കിയത്?
23 വർഷം കൊണ്ടാണ് അല്ലേ, 23 വർഷം കൊണ്ട് 6236 സൂക്തങ്ങൾ അവതരിച്ചു. അതെന്തിനാ ഇത്രയും കാലം എടുത്തത്? മക്കയിലുള്ള ആൾക്കാർ അന്ന് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഖുർആൻ ഒന്നിച്ച് ഒരു ടെക്സ്റ്റായിട്ട് ആകാശത്ത് നിന്ന് ഇറങ്ങി വരാത്തത്? മുഹമ്മദേ, നീ ഒരു കോണി വെച്ചിട്ട് മുകളിലോട്ട് കയറിപ്പോയിട്ട് ഒരു ടെക്സ്റ്റുമായിട്ട് ഇറങ്ങി വാ, ഒന്നിച്ചൊരു പുസ്തകവുമായിട്ട് വാ എന്നൊക്കെ അവർ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് 23 കൊല്ലം എടുത്തു എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ കേവലം ഒരു ടെക്സ്റ്റ് അല്ല. ഇതിനെന്താണ്? അത് ഒരു ജീവിതത്തിന് വഴികാണിക്കുന്ന ഭരണഘടനയാണ് ശരിക്കും, അല്ലേ? അപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സമയമെടുക്കൂലേ? ഓരോ കാര്യവും പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയപ്പോൾ അതിന് 23 കൊല്ലം എടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് നസ്സല എന്ന് പറയുമ്പോൾ ഉദ്ദേശം. സാന്ദർഭികമായിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ആയത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അബൂ ലഹബിൻ്റെ സംഭവമൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അബൂ ലഹബ് ഇസ്ലാമിനും പ്രവാചകനുമെതിരെ രംഗത്ത് വന്നപ്പോഴാണ് അള്ളാഹു താല ആ സൂറ ഇറക്കുന്നത്. ഇങ്ങനെ ഓരോ സന്ദർഭം അനുസരിച്ച് ഖുർആൻ ഇറങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇന്ന അൻസൽന എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദറിൽ അള്ളാഹു താല വിശുദ്ധ ഖുർആനിനെ മുഴുവനായും ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കി എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, അവിടെ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യ വചനങ്ങൾ അവതരിച്ചില്ലേ? നമ്മളിനി പഠിക്കാൻ പോകുന്ന സൂറയിലാണ് അതുള്ളത്, അല്ലേ? സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ. ആ 5 ആയത്തുകൾ ആദ്യമായിട്ട് അവതരിക്കുന്നതും ഈ ലൈലത്തുൽ ഖദറിലാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നതായിട്ട് കാണും. അപ്പോൾ ഇന്ന അൻസൽനാഹു, നിശ്ചയം നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു. ലൈല് രാത്രിയാണ്, പകലിന് എന്താ പറയാം? നഹാർ എന്നാണ് പകലിന് പറയാം, അല്ലേ? ഇവിടെ ലൈലത്തുൽ ഖദർ എന്നാണ് വാക്ക്. ലൈലത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും രാത്രി മാത്രമല്ല, രാവും പകലും കൂടിയ ഒരു ദിവസം എന്ന ആശയം അതിലുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈലത്തുൽ ഖദർ മഹത്വത്തിൻ്റെ രാവ്. എന്തുകൊണ്ടാണ് ആ രാവ് മഹത്വത്തിൻ്റെതായത്? ഖുർആനിൻ്റെ അവതരണം കൊണ്ട് ആ രാവ് മഹത്വമുള്ളതായിരിക്കുന്നു. എന്താ കാരണം? അറിയാമല്ലോ, അന്നത്തെ കാലഘട്ടം മനുഷ്യരാകെ തിന്മകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാ തെറ്റുകളും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഖുർആനാകുന്ന ഈ വെളിച്ചം അവിടെ ഇറങ്ങിയപ്പോൾ അത് ലോകത്തിന് തന്നെ വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറി, അല്ലേ? ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, എന്താണ് ചെയ്യാൻ പാടുള്ളത്, എന്താണ് പാടില്ലാത്തത് എന്നൊക്കെ മനുഷ്യൻ തിരിച്ചറിയാൻ തുടങ്ങി. അതിനാൽ ആ രാവ് മഹത്വത്തിൻ്റെ രാവാണ്. ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ ഇപ്പോൾ നമ്മളൊക്കെയും ആ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഖുർആനിൻ്റെ അവതരണം തന്നെ ഏറെ മഹത്വമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ വ്യാഖ്യാനം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, വിധി നിർണയിക്കുന്നത് എന്നാണ്. വിധി നിർണയ രാവ് എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. എന്താ ഉദ്ദേശം? വരാൻ പോകുന്ന ഒരു വർഷത്തേക്കുള്ള മുഴുവൻ കാര്യങ്ങളുടെയും വിധി തീരുമാനിക്കുന്ന രാവാണ് അത് എന്നാണ്. ഒരു റമദാനിൽ ലൈലത്തുൽ ഖദർ സംഭവിക്കുമ്പോൾ ആ രാവിൽ ഇനി പറയാൻ പോകുന്നുണ്ട്, മലക്കുകൾ ഇറങ്ങി വരും. ആ മലക്കുകൾ ശരിക്കും വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ബജറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഗവൺമെൻറ്റുകൾ പാർലമെൻറ്റിലും അസംബ്ലിയിലൊക്കെ അവതരിപ്പിക്കുന്ന ബജറ്റ് ഓർക്കുന്നില്ലേ? ധനകാര്യ വകുപ്പിൻ്റെ മന്ത്രി അവതരിപ്പിക്കും. അതുപോലെ എല്ലാ വകുപ്പുകൾക്കും ഒരു ബജറ്റ് ഉണ്ടാവും. അവർ എത്രയാണ് ഈ വർഷം ചെലവഴിക്കാൻ പോകുന്നത്, എത്രയാണ്, അത് ഏതൊക്കെ വകുപ്പുകളിലാണ് എന്നൊക്കെ പറയും, അല്ലേ? ശരിക്കും ഈ ലോകത്തിൻ്റെ ബജറ്റ് ആരാ തീരുമാനിക്കുക? ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു ആണ്, അല്ലേ? വരും വർഷം ഈ ലോകത്ത് എത്ര മഴ പെയ്യണം ആരാ തീരുമാനിക്കുക? നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിനിസ്റ്ററാണോ? ജലസേചന വകുപ്പ് മന്ത്രിയാണോ? അല്ല. അടുത്ത വർഷം ഈ ഭൂമിയിൽ എത്ര അരി ഉണ്ടാകണം, എത്ര ഗോതമ്പ് ഉണ്ടാകണം ആരാ തീരുമാനിക്കാം? കൃഷി വകുപ്പ് മന്ത്രിയാണോ? അല്ല, അള്ളാഹു ആണ് തീരുമാനിക്കുന്നത്, അല്ലേ? എത്ര മഴ, എത്ര കൃഷി, എത്ര ചൂട്, എത്ര തണുപ്പ്, എത്ര ജനനം, എത്ര മരണം,
ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു താല തീരുമാനിച്ച് ഭൂമിയിൽ നടപ്പിലാക്കുന്ന ബജറ്റ് അവതരിപ്പിക്കുന്ന രാവാണത് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ഗൗരവപ്പെട്ടതാണ്. അങ്ങനെ ഈ ഭൂമിയുടെ ഈ ലോകത്തിൻ്റെ വരും വർഷത്തെ വിധി തീരുമാനിക്കുന്ന രാവാണത്. മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. എന്താണത്? ഞാൻ നല്ലവനാകണോ ചീത്തയാകണോ? ശരിക്കും ആരാ തീരുമാനിക്കാം? ഞാൻ തന്നെയല്ലേ തീരുമാനിക്കാം? ഞാനാണ് തീരുമാനിക്കുക. എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ്സിൽ പാലും ഒരു ഗ്ലാസ്സിൽ കള്ള് അല്ലെങ്കിൽ മദ്യവും കൊണ്ടുവന്ന് വെച്ചു, ലിക്കർ കൊണ്ടുവന്ന് വെച്ചു. ഏത് കുടിക്കണം? എനിക്ക് രണ്ടും കുടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആരാ തീരുമാനിക്കുന്നത്? ഞാനാണ് തീരുമാനിക്കുന്നത്. പാലെടുക്കണോ അതല്ല മദ്യം കൈകൊണ്ട് എടുക്കണോ, അല്ലേ? എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ സ്വാതന്ത്ര്യമുണ്ട്. ആ നിലയ്ക്ക് എന്നിലെ നന്മ ഞാൻ തീരുമാനിക്കും, എന്നിലെ തിന്മയും അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തതുണ്ട്. അതേതാ? എൻ്റെ രൂപം എന്തുകൊണ്ട് ഇങ്ങനെയായി? ഞാൻ തീരുമാനിച്ചാണോ? അല്ല, അള്ളാഹു തീരുമാനിച്ചാണ്. എൻ്റെ ഉമ്മയും വാപ്പയും ആരാകണം? ഞാനാണോ തീരുമാനിച്ചത്? അല്ല, അള്ളാഹു തീരുമാനിച്ചാണ്. അതിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല. അതേ സമയത്ത് ചില കാര്യങ്ങളിൽ നന്മയും തിന്മയും തിരഞ്ഞെടുക്കുന്നിടത്ത് നമുക്ക് തീർച്ചയായിട്ടും അള്ളാഹു ഫ്രീഡം നൽകിയിട്ടുണ്ട്, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ഖുർആൻ ഏറ്റവും നല്ലത് നമുക്ക് പറഞ്ഞു തരും. ഖുർആനിലുള്ള കാര്യങ്ങൾ സ്വീകരിച്ചാൽ എൻ്റെ വിധി നല്ല വിധിയാവും. ഞാൻ ഖുർആനിനെതിരെ പ്രവർത്തിച്ചാലോ എൻ്റെ വിധി ചീത്ത വിധിയാകും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയും, എന്താ പറയുക, സ്റ്റുഡൻസ്, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയില്ലേ, എക്സാമിൽ ഫെയിലായാൽ പറയും എൻ്റെ വിധി ഇതായിരിക്കും. ശരിയാണോ? അവൻ പഠിക്കാതിരുന്നത് കൊണ്ടാണ് തോറ്റത് എന്ന പോലെ നാം ഓരോരുത്തരും തന്നെയാണ് നമ്മുടെ വിധി യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ലൈലത്തുൽ ഖദർ വിശുദ്ധ ഖുർആൻ അവതരിച്ച രാവാണ്. ഈ ഖുർആനിനോട് നാം എന്ത് സമീപനം സ്വീകരിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ വിധി. നാം സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ, നന്നാവണോ ചീത്തയാവണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചാണ്. അതുകൊണ്ടാണ് ക്യൂ സ്പോട്ടിൽ നാം ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം സമയവും സന്ദർഭവും ഉപയോഗപ്പെടുത്തുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒന്നാമത്തെ ആയത്ത് ഒരുപാട് ആശയങ്ങളുള്ള ആയത്താണ്. ഖുർആൻ അവതരിപ്പിച്ചത് അള്ളാഹു ആണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിനെ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ് എന്ന് പറയുന്നു. അൽ ഖദർ എന്ന വാക്കിൻ്റെ വ്യത്യസ്ത വിശദീകരണങ്ങളും ഈ ആയത്തിൽ വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഖുർആൻ പഠിക്കുവാനും നമ്മുടെ വിധി ഏറ്റവും നല്ലതാക്കി തീർക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.